ഫ്രണ്ട്സ്, ഈ കനത്ത മഴയിൽ എനിക്ക് ആശുപത്രിയിലേക്ക് അർജൻറ്റായിട്ട് പോകേണ്ടി വന്നു കേട്ടോ. അന്ന് പോകുന്ന വഴിയിലെ ദൃശ്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അന്ന് നേരിട്ട പ്രതിസന്ധികളും അതുപോലെ തന്നെ അനുഭവങ്ങളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ഇന്ന് എത്തിയിട്ടുള്ളത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഇന്ന് വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കനത്ത മഴയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് ഡോക്ടറെ അപ്പോയിൻമെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതിനുള്ള ടോക്കനും കൃത്യസമയത്ത് ഞാൻ എടുത്തു വെച്ചിരുന്നു. കൃത്യസമയത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരണം എന്നതുകൊണ്ട് വലിയ ടെൻഷനിലാട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. എന്നാലോ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ കൈ വിട്ടുപോയി മക്കളെ. കനത്ത മഴയിൽ വഴിയാകെ വെള്ളത്തിൽ മുങ്ങിയിട്ടോ. കാറുകളും അതായത് എന്താ പറയുക, ബൈക്കുകളും അതുപോലെ തന്നെ കാറുകളൊക്കെ വെള്ളത്തിൽ മുങ്ങി പോവാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ ഞാൻ കാഴ്ചയാണ് ഫസ്റ്റിൽ കണ്ടത് കേട്ടോ. അതും തന്നെയല്ല, ഞാനും മോനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഓട്ടോറിക്ഷ കിട്ടാനായിട്ട് വളരെയധികം പ്രയാസപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ വെള്ളക്കെട്ടുകളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ പൊന്നോ വളരെയധികം തണുപ്പും എന്താ പറയുക, ഒരു വിധേന വളരെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഞാനും ഒടുവിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരു ഓട്ടോറിക്ഷ കിട്ടി. അങ്ങനെ ഞാനും മോനും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു ദൃശ്യങ്ങളുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയോരങ്ങളിലെ വെള്ളക്കെട്ടുകൾ അത് പ്രയാസപ്പെട്ടിട്ടാട്ടോ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ഓട്ടോറിക്ഷക്കാരൻ. അപ്പോൾ ഞങ്ങളിതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഡോക്ടറെ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി തിരിച്ച് ഇറങ്ങിയ സമയത്തുള്ള വീഡിയോസാണ് ഇനി അടുത്തതായി കാണാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ ഡോക്ടറെ കണ്ടതും അതുപോലെ തന്നെ ലിസ്റ്റ് എടുത്തതൊന്നും വീഡിയോസായിട്ട് എടുത്തില്ല. മറ്റൊരു കാഴ്ച കണ്ടു കേട്ടോ. ഡോക്ടറെ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ ആശുപത്രിയിലെ മുൻവശം വെള്ളം ക്രമാതീതമായി ഉയർന്നു വരുന്ന അവസ്ഥ. ഏത് നിമിഷവും വെള്ളം മുന്നിലേക്ക് കയറുമോ എന്നൊരു ഭയം എന്താ പറയുക, മനസ്സിൽ പെട്ടെന്ന് വന്നിട്ടാ വളരെയധികം ഭയം തോന്നിയിട്ടാ. ഭാഗ്യവശാൽ അത്യാഹിത വിഭാഗത്തിലോ അതുപോലെ തന്നെ നമ്മുടെ മറ്റു വാർഡുകളിലോ ഉള്ളിലേക്ക് വെള്ളം കയറില്ല എന്നൊരു വലിയൊരു ആശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. കണ്ട, ഇതേ രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റലിന് മുന്നിൽ വെള്ളം കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഏത് നിമിഷവും ഏത് സാഹചര്യമാണ് ഇനി ഈ ഹോസ്പിറ്റൽ നേരിടേണ്ടി വരുക എന്ന് എനിക്കറിയില്ല. ഇത്രയേ ഉള്ളൂ ഞാൻ വീഡിയോസ് എടുത്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ബൈ.